ഗേൾ ബേബിക്ക് ഏത് പേരാന്ന് ചോദിച്ചേ? ഗൾബയ്ക്ക് ഏത് പേരാ നല്ല അപ്പക്ക് നാണം വന്നിട്ട് വയ്യ. നല്ല സൗണ്ടിൽ പറയ്. ഗേൾ ബേബിയുടെ പേര് പറയാൻ പറയേ. ഗേൾ ബേബിയുടെ പേര് പറയ്. കയ്യിൽ തോമന് ഇഷ്ടാണ് കയ്യില്. തോമന്റെ ഗേൾ ബേബിക്ക് ഏത് പേരാ ഇടണേ? ബീച്ച് മൈക്ക. എന്നിട്ടൊന്ന് ബീച്ച് മൈക്ക. ഇവിടെ എവിടെ ക്യാമറയിൽ നോക്കി പറയും. ബീച്ച് മൈക്ക. അപ്പൊ കയ്യില് വേണ്ടേ? കൈ വേണ്ട. ബീച്ച് മൈക്ക. കയ്യിലൂന്ന് വിളിക്ക. കായു കായു. വീട്ടില് അല്ലല്ല, തോമു, ചാക്കോ, കായു. ചാക്കോടെ പേര് ബേബീസിന്റെ പേര് ചാക്കോടും ഗേൾ ബേബിയുടെയും പേര് ഏതാ പറയ്? രണ്ടെണ്ണം പറയ് പ്ലീസ്. ബേബീസിന്റെ പേര് ചാക്കോടെയും ഗേൾ ബേബിയുടെയും. ചാക്കോന്റെ പേര് ചെയ്യാനില്ലേ? പിന്നെ വേറെ പറയാൻ ചാക്കോടെ പുതിയ പേരിടണം. അപ്പൊ ഗേൾ ബേബിയുടെ വിട്ടോ? ഗേൾ ബേബിയുടെ വിട്ടിട്ടില്ല. തോമന് ഗേൾ ബേബിനെ ഇപ്പൊ ഇഷ്ടാണോ? ആഗ്രഹങ്ങളൊക്കെ പറയും കേക്കട്ടെ. ഇനി എന്താ ആഗ്രഹമുള്ള? ലുല്ലുമാളിൽ പോകുന്നത്. അതാണോ ആഗ്രഹം? എൻ്റെ ആഗ്രഹം എന്താണെന്നറിയോ? തോമു ഡെയിലി സ്കൂളിൽ പോകണം. ഒരു മാസം ഫുള്ള് ലീവ് ഒന്നും ഇല്ലാണ്ട്. തോമു എടുക്കണ ലീവല്ല, തോമു കൃത്യമായിട്ട് ഈ വർഷം സ്കൂളിൽ പോയിട്ടില്ല തോമു. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ തോമിൻ്റെ ആഗ്രഹങ്ങളൊക്കെ കേട്ടല്ലോ. ആഗ്രഹങ്ങളായിട്ട് തന്നെ ഇരിക്കാനാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഇതേ നമ്മൾ പരിപാടിക്ക് പോകാനായിട്ട് ഇറങ്ങാൻ പോകണം കേട്ടോ. ഇന്നലെ പരിപാടിക്ക് പോണ വരെ കണ്ടില്ലേ, പോയി കഴിഞ്ഞ് ഒരുങ്ങി ഇറങ്ങിയതും നിങ്ങൾ ആരും കണ്ടിട്ടില്ല അല്ലേ. അപ്പോൾ അതേ പാച്ചുവിൻ്റെ ബർത്ത്ഡേ ഡ്രസ്സാണ്. എവിടെയും പിന്നെ ചാക്കൂന് ഇടാൻ പറ്റിയിട്ടില്ല, അതിനുള്ള പരിപാടിയൊന്നും വന്നിട്ടില്ല. ആൻസൺ കുട്ടപ്പനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സോക്സ് ഇടാനുള്ള തത്രപ്പാടാണ് കാണുന്നത്. പിള്ളേർക്ക് ആൻസൺ ചേട്ടൻ വന്നാൽ പിന്നെ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ്. പ്രത്യേകിച്ച് തോമുവിന് എന്തോ ഒരു ലോട്ടറി അടിച്ച പോലെയാണ് കേട്ടോ. ഇനി ഇവർ 2 ദിവസം ആ പൂക്കളത്തിൻ്റെ അടുത്തൂടെ പോവാതിരിക്കാൻ മാക്സിമം നോക്കണം. പിന്നെ നമ്മുടെ മെയ്ഡിനോടും പറഞ്ഞിട്ടുണ്ട്, അടിച്ചു വാരി കളയായിക്കോ എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ പ്രാവശ്യം കുറച്ചും കൂടെ ഭംഗിയിൽ വന്നിട്ടുണ്ട്. നമുക്ക് കുറേ പൂ ബാക്കി വന്നു. അപ്പം ഞങ്ങൾ ഔട്ട്ലൈൻ കൊടുത്ത് വന്നപ്പോൾ അത് നല്ലൊരു ഔട്ട്ലൈൻ ആയിട്ടോ. അപ്പോൾ ആൻസി ചേട്ടൻ പറഞ്ഞു, വണ്ടി വെയിലത്ത് കിടന്നല്ലേ, ഞാനൊന്ന് തിണപ്പിച്ച് വെക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതേ ഡിമ്പിൾ ഡോൺ ചേട്ടനോട് പാച്ചുവിൻ്റെ ഷൂസ് ഇട്ട് കൊടുക്കാൻ പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഡോൺ ചേട്ടൻ ഷെയ്വൊക്കെ ചെയ്ത് മുടിയൊക്കെ വെട്ടി വന്നപ്പോൾ ഭയങ്കര സുന്ദര കുട്ടപ്പനായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അതിനകത്ത് അവരുടെ എല്ലാവരെയും പതിവ് പോലെ ഫോട്ടോസ് എടുക്കുന്നത് ഞാനാണല്ലോ. ഇതിനിടയ്ക്ക് ഞാനിപ്പം എൻ്റെ ഫോട്ടോസും ഡോൺ ചേട്ടൻ്റെ ഫോട്ടോസും എടുക്കാൻ മറന്നു പോകാറുണ്ട് കേട്ടോ. അങ്ങനെ എന്താ പറയുക, ഭയങ്കര ഒരു നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. ഒരുപാട് സന്തോഷങ്ങളും ഒക്കെ ഉള്ളൊരു ദിവസമായിരുന്നു. കുറേ പേരെ കാണാൻ പറ്റി. നമ്മളൊരു ഫാമിലി ഗാദറിങ് കഴിഞ്ഞിട്ട് കുറച്ചധികം നാളുകളായി. ഇപ്പം അന്ന് പ്രസവത്തിന് കുട്ടി കൊണ്ടുപോകലൊക്കെ ഉണ്ടെങ്കിലും നമ്മളില്ല, വലിയൊരു മാത്രമാണ് പോയിരുന്നത്. അപ്പം അവരെ കാണുന്നുള്ളൂ, നമ്മളെ സെറ്റ് കാണുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ റുക്കിയും കൂടെയുണ്ട്, ദീദിയാണ് കേട്ടോ. അപ്പോൾ ദീദീനോടും പറഞ്ഞു റെഡി ആയിട്ട് വന്നോളൂ എന്ന് പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു വേറെ കുഴപ്പമൊന്നുമില്ല വരാമെന്ന് പറഞ്ഞു കേട്ടോ. പിള്ളേരെ 3 ബാക്കിലിട്ടുണ്ട്. ആൻസിൻ്റെ ഡ്രൈവിങ്ങിൽ നമ്മുടെ ദീദി വരണ്ടിരിക്കുകയാണ് കേട്ടോ. ഒന്നുമല്ല 4-1 എത്തിയിട്ടുള്ളതെന്ന് ഞങ്ങൾ എങ്ങനെയൊക്കെയോ പറഞ്ഞ് മനസ്സിലാക്കി കേട്ടോ. നമ്മുടെ നടത്തറ സിഗ്നലിൽ അവിടെ ഓവർ ബ്രിഡ്ജ് വരുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് ചെറിയ ബ്ലോക്കും കാര്യങ്ങളുണ്ട്. നമ്മുടെ നെല്ലൂന്ന് പള്ളിയിലായിരുന്നു കേട്ടോ മാമോദീസയും പരിപാടിയൊക്കെ. അപ്പോൾ 2 പിള്ളേരെ ഒരുമിച്ച് നടത്തുമ്പോൾ അറിയാമല്ലോ അതിൻ്റെ ഒരു സന്തോഷം വേറെ ഒന്ന് തന്നെയാണ്. 2 മക്കളുടെ മാമോദീസ എന്ന് പറയുമ്പം ഒരു സന്തോഷം തന്നെയാണ്. ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിൽ നമുക്ക് ഒരു ഫംഗ്ഷൻ വരുന്നത്, വലിയൊരു ഗ്രാൻഡ് ഫംഗ്ഷൻ വരുന്നത് നമ്മുടെ ചാക്കോൻ്റെയും തോമുവിൻ്റെയും ആദ്യ കുർബാനയാണ്. ശരിക്കും ഒരു 5-6 വർഷം കഴിയും. 5-6 ഒരു 7-8 വർഷം എന്തായാലും കഴിയും. എന്നാലും അവരെ സംബന്ധിച്ച് അതാണ് അവരുടെ ഒരു വലിയ പരിപാടി. അതിനുശേഷം പിന്നെ അവരുടെ കല്യാണം, അവർ കല്യാണം കഴിക്കുമോ എങ്ങനെയാണെന്നൊന്നും നമുക്കറിയില്ല. ബട്ട് നമ്മളായിട്ട് നടത്തുന്ന ഒരു പരിപാടി അതായിരിക്കും. നമ്മുടെ ഇഷ്ടത്തിന് നടത്തുന്ന ഒരു പരിപാടി അവരുടെ ആതുർബാനയായിരിക്കും. ഇപ്പോൾ കല്യാണത്തിനൊക്കെ പിള്ളേരുടെ ഇഷ്ടത്തിനാണ് അല്ലേ ഓരോന്നും ചെയ്യുന്നത്, അതാണ് നല്ലത്. പിന്നെ നമുക്ക് റിഗ്രറ്റ് ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ചട്ടിയും വട്ടിയും കുട്ടീനെയൊക്കെ എടുത്ത് നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നല്ല നട്ടപ്പുറ വെയിലായിരുന്നു കേട്ടോ. വലിയ സുഖമൊന്നും ഇല്ലായിരുന്നു. എന്നാലും വീഡിയോ എടുത്ത് തുടങ്ങിയ സ്ഥിതിക്ക് അങ്ങോട്ട് വീഡിയോ ഒരു ഫ്ലോയിൽ അങ്ങ് പോയിട്ടോ. ഞാൻ ഇന്ന് ചുരിദാറാണ് ഇട്ടത്, കാരണം എനിക്ക് പിള്ളേരെ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ചുരിദാറാണ് ഇട്ടത്. സാരി എടുത്തു, പക്ഷെ ഞാൻ ഓർത്തു നമ്മൾ മാമോദീസയല്ലേ, സാരമില്ല, ഒരു ചുരിദാറൊക്കെ ആവും, നല്ലൊരു ചുരിദാർ ഇട്ടാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ.
നമ്മുടെ കംഫർട്ടബിൾ കല്യാണം ആയിരുന്നെങ്കിൽ ഞാൻ സാരി ഉടുത്തേനെ. മമ്മൂദിച്ചായതുകൊണ്ട് എനിക്കൊരു മടിയായി. പിന്നെ എനിക്കൊരു സുഖമില്ല, ഒരു മൂഡില്ല അങ്ങോട്ട് സാരിയൊക്കെ ഉടുത്ത് അണിഞ്ഞൊരുങ്ങി പോകാനുള്ള ഒരു മൂഡില്ല. അപ്പോൾ അതേ നല്ല ഫുഡായിരുന്നു കേട്ടോ. ഫുഡ് കുറേ നാൾ കൂടി നല്ലൊരു ഭക്ഷണം കഴിച്ചു. നമ്മൾ നമ്മുടെ ക്ലിൻറ്റോൻ്റെ കല്യാണത്തിന് നല്ല അടിപൊളി ഫുഡ് കഴിച്ചിരുന്നു. എന്ത് കഴിക്കണമെന്ന് കൺഫ്യൂഷൻ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് നല്ലൊരു ഫുഡ് കഴിച്ചത് ഇന്നാണ് കേട്ടോ. നല്ല അടിപൊളി ഫുഡായിരുന്നു. അങ്ങനെ ദേ അവരുടെ ഫോട്ടോസൊക്കെ എടുത്തോണ്ട് ഒരാൾ വലുതായിട്ടോ, ഒരാൾക്ക് 6 മാസമായി, 6 7 മാസമായി, ഒരാൾ ജസ്റ്റ് 1.5 മാസം ആയിട്ടേ ഉള്ളൂ. അപ്പോൾ അവർക്ക് അവരുടേതായ എക്സൈറ്റ്മെൻറ്റിലാണ്. അപ്പോൾ അതേ ഉണ്ണികളെ ഉറക്കുന്ന പാട്ട് പാടാൻ റിജോ പാടി. വിവേക് നല്ലൊരു ഐഡിയ കിട്ടും, ഞാൻ കുലുക്കിയ കുട്ടി ഉറങ്ങും, ഞാൻ പാട്ട് പാടേണ്ടി വരില്ല എന്ന് പറഞ്ഞു കേട്ടോ. നല്ലതായിട്ട് തോന്നി. ഫുഡ് ഞാൻ പറഞ്ഞില്ല, വീണ്ടും വീണ്ടും പറയുന്നത് നല്ല ഫുഡായിരുന്നു കേട്ടോ. അപ്പം കാറ്ററിംഗ് ആരാന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ദേ എല്ലാവരും ഒന്നിച്ചുള്ള വർത്താനാണ്. നമ്മുടെ സുശീല ആൻറ്റി ഉണ്ട്, സന്തോഷേട്ടനുണ്ട്, അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒട്ടുമിക്ക പേരും ഉണ്ടായിരുന്നു കേട്ടോ. അമ്മു ദേ അവിടെ നിൽക്കുന്നുണ്ട്, ദേ ചാക്കോ നിൽക്കുന്നുണ്ട്, ലിനി ഉണ്ട്, നമ്മുടെ സ്വന്തം ലിനിക്കുട്ടി ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്നിച്ച് നിന്ന് വർത്താൻ്റെ. ദേവീസ് വല്യപ്പനുണ്ട്. ഇതാണ് ഡാഡിയുടെ മൂത്ത ചേട്ടൻ കേട്ടോ. ഇത് നമ്മുടെ ആൻറ്റീനെ എല്ലാവർക്കും അറിയാം, ആൻറ്റീനെ കണ്ടിട്ടുണ്ടാവും. ഡേവിസ് വല്യപ്പനെ അങ്ങനെ ആരും കണ്ടിട്ടുണ്ടാവില്ല കേട്ടോ. ഞാനത് എല്ലാവരും ഫോട്ടോസിനൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. ചാക്കോനെ ഒരു ഗേറ്റിൽ കയറ്റി നിർത്തി ലോക്കാക്കി നിർത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അപ്പോഴാണ് നമ്മൾ അച്ഛനെ കാണുന്നത്. സജീവ് അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ പറയായിരുന്നു, ഒരു ദിവസം ഞാൻ കോട്ടയത്തിന് പോകുന്നുണ്ട്, നമ്മുടെ വടവാതൂർ സെമിനാരിൽ. ഞാൻ പെട്ടെന്ന് ഓർത്തു, ദൈവമേ നമ്മുടെ പള്ളിയിലേക്ക് പോവാണോന്ന്. അപ്പോൾ പറഞ്ഞു, അല്ല, ഞാൻ വടവാതൂർ സെമിനാരിയിലേക്കാണ് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും ഒന്നിച്ച് നിന്ന് കുറച്ചധികം നേരം സംസാരിച്ച് ഇതുണ്ട് ജോയ് പേപ്പനെ കണ്ട. ജോയ് പേപ്പൻ ഇങ്ങനെ പിള്ളേരെയൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ തോമസ് അങ്കിൾ ഉണ്ട്, ഷേർലി ആൻറ്റി ഉണ്ട്. ഈ പ്രാവശ്യം ജെറീനെ നമ്മൾ ഭയങ്കര കാര്യമായിട്ട് മിസ് ചെയ്തു കേട്ടോ. ശരിക്കും ഞാനും ജെറിയാണ് ഒരു വൈബ്. ജെറി ഇല്ലാത്തതിൻ്റെ ഒരു കുറവ് ശരിക്കും ഉണ്ട്. അപ്പോൾ പാച്ചു അപ്പാപ്പനും എവിടെ പോയാലും അവർ സെറ്റാണ്. പാച്ചുവിൻ്റെ എല്ലാ കാര്യങ്ങളും ഡാഡി തന്നെയാണ് നോക്കുക കേട്ടോ. അപ്പോൾ പാച്ചുവിനും ഡാഡി ഇല്ലാണ്ട് പറ്റില്ല, അവർക്ക് 2 പേർക്കും ഡാഡി ഇല്ലാണ്ട് പറ്റില്ല. പിന്നെ കുറേ നാൾ കൂടി കിട്ടിയതല്ലേ എന്ന് വിചാരിച്ച് നമ്മൾ കുറച്ച് ഫാമിലി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അതിൻ്റെ ഇടയ്ക്ക് അപ്പൻ്റെയും മോൻ്റെയും കുറേ ലീലാവിലാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഇയക്കിട്ടി ഉണ്ടായിരുന്നു കേട്ടോ, റിജോൻ്റെ ബ്രദറിൻ്റെ മോളാണ്. ഭയങ്കര ആക്റ്റീവാണ് കേട്ടോ ആള്. കുറേ മത്സരങ്ങളിലൊക്കെ പങ്കെടുത്ത് ട്രോഫിയൊക്കെ ആയിട്ട് വരുന്ന ഒരു കുട്ടിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആളെ. അപ്പോൾ ദേ പാച്ചു അപ്പയായിട്ടുള്ള ഭീകരമായ അടിക്ക് ശേഷം പാച്ചു ലോക്കായിട്ട് കിടക്കുന്ന രംഗമാണ് കേട്ടോ. പക്ഷെ കാര്യമായിട്ട് കരയുന്നതല്ല, തമാശയ്ക്ക് കരയുന്നതാണ്. പെട്ടെന്ന് കരച്ചിൽ നിൽക്കും. പിസ വാങ്ങിക്കാൻ പോവാന്ന് പറഞ്ഞപ്പോഴത്തേനും ഒക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ അപ്പനും മോനും യുദ്ധവും ഓരോ യുദ്ധങ്ങളായിട്ടോ. അപ്പോൾ പാച്ചുവിന് എന്താ ചെയ്യേണ്ടതെന്നറിയാം. അപ്പം പിന്നെ അങ്ങ് കിടന്നു കൊടുത്തു, എന്താന്ന് വെച്ചാൽ നീ ചെയ്യുന്നത്. അതിന് കാരണം അപ്പം അതിന് മുമ്പ് കുറേ പണിത് കൂട്ടീനെ. പിന്നെ അതേ അപ്പനും മക്കളും ഒക്കെ കിടക്കുന്നുണ്ട്. അപ്പം പാച്ചുവിന് കുശുമ്പായി, അമ്മ വന്നിരുന്നപ്പോഴത്തേനും കുശുമ്പായി. അപ്പം ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കുറേ നാളായി ഇങ്ങനെയൊക്കെ ഒരു മൊമെൻറ്റ്സ് ഒക്കെ ഉണ്ടായിട്ട്. എന്നെ പാച്ചു യാദൃശ്ചികമായിട്ട് ഇൻവൈറ്റ് ചെയ്തപ്പോൾ ഞാൻ പോയത്. ഞാൻ എൻ്റേതായ കുറച്ച് തിരക്കിലായിരുന്നു. എനിക്ക് കുറച്ച് ഷൂട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കുറേ ഷൂട്ടൊന്നുമല്ല, എനിക്കൊരു ഷൂട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നതാണ്. അപ്പോൾ അത് കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ ഫോർവേഡ് ചെയ്യണം, കാരണം ഇനി ഓണാവധി വരികയാണ്. തോമുന് ഓൾറെഡി ലീവ് തുടങ്ങി. ഈ വർഷം തോമുന് നല്ലതാണെങ്കിലും എനിക്ക് വളരെ പൊട്ടയാണ്. കാരണം തോമുന് ക്ലാസ്സേ ഇല്ല. ഇനിയിപ്പോൾ നാളെ 11:30 വരെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ചൊവ്വയും ബുധനും അവരുടെ വലിയ സ്കൂളിൽ പരിപാടി ആയതുകൊണ്ട് അവർക്ക് അവധിയാണ്. അത് കഴിഞ്ഞാൽ ഓണം സെലിബ്രേഷനാണ് വ്യാഴാഴ്ച. പിന്നെ അവധി 10 ദിവസം അവധിയായി. ആകെ മൊത്തം നല്ല സുഖമാണ് എനിക്ക്. തോമുൻ്റെ കാര്യത്തിൽ അവൻ്റെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് സങ്കടമായിട്ടോ. അവനും സ്കൂളിൽ പോകാൻ മടിയായി. പിള്ളേർ കാരണം ഫുൾ ടൈം വീട്ടിലിരിക്കുക, ടി വി കാണാൻ സുഖം കണ്ടുപോയി. അപ്പം അവിടെ പോയിരുന്ന് പഠിക്കുകയെന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം നമ്മളായാലും കുറേ ദിവസം പണിയെടുക്കാതിരുന്നിട്ട് പെട്ടെന്നൊന്ന് പണി ചെയ്യാൻ പറയുമ്പോൾ ബുദ്ധിമുട്ടാണ്. പിന്നെ ആ ട്രാക്കിലും കൂടെ വരണം. പഠിക്കുന്ന ട്രാക്ക് പോയാലും ബുദ്ധിമുട്ടാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ സാരി അടിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് മേടിക്കാൻ പോയി. പിന്നെ ബ്ലൗസ് അടിക്കാനും ഒക്കെ ഓൾഡർ ചെയ്യാനും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സൗമ്യ ചേച്ചിയുടെയിലാണ് എല്ലാം എളുപ്പത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം എനിക്ക് ബ്ലൗസ് എടുത്ത് തയ്പ്പിക്കാനുള്ളൊരു ഗ്യാപ്പ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഓൺലൈൻ വഴി ഓർഡർ ചെയ്യായിരുന്നു കേട്ടോ. അപ്പോൾ ഇവരുടെ കുറേ നല്ല ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട്. കുറേ നാളായി ഞാൻ എല്ലാവരുടെയും നമ്മുടെ ഇവിടെ ഫാമിലിയുള്ള ഇവരുടെ എല്ലാവരുടെയും ഫോട്ടോസ് ഞാൻ തന്നെയാണ് എടുക്കാറ്. അതിനുശേഷം ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞു, അതായത് ആണുങ്ങളെല്ലാവരും ഉറങ്ങി കേട്ടോ. ഞങ്ങൾക്ക് ഉറങ്ങാൻ ഗ്യാപ്പ് കിട്ടിയിട്ടില്ല. എനിക്ക് യൂണിഫോം അയൺ ചെയ്ത് വെക്കാനും നാളത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കാനുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും പുറത്ത് പോയി. ആദ്യം നമ്മുടെ വീക്കാറിൻ്റെ ഓപ്പോസിറ്റ് ഒരു ടീ ഷോപ്പ് ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി സ്നാക്സും ചായയൊക്കെ. ഞാനങ്ങനെ പുറത്ത് പോയ കോഫി മാത്രം കുടിക്കുന്ന ആളാണ്. ഇന്ന് എനിക്കൊരു തോറ്റം തോന്നി, ചായ കുടിച്ചാലോ എന്ന്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ 2 ഗ്ലാസ് ചായ കുടിച്ചു. ഇവരെല്ലാവരും 2, 3 ഒക്കെ കുടിച്ചു. ഞാൻ 2 നിന്ന് എനിക്കൊരു സമൂസ മാത്രം മതി. ഇവർ എന്തൊക്കെയോ കടികൾ കഴിച്ചു. എനിക്ക് വലിയ താല്പര്യം ഉണ്ടായില്ല. ചാക്കോ എന്തോ ഒരു സമൂസയും കഴിച്ചു കേട്ടോ.
ഇവരാണ് ഫുള്ളി എക്സ്പ്ലോർ ചെയ്ത ആൾക്കാർ. പിള്ളേർ നമ്മുടെ ലൈം ജ്യൂസാണ് കേട്ടോ കുടിച്ചത്. എനിക്ക് ഒന്നിനോടും വലിയ ഒരു മൂഡ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ദേ നല്ലൊരു സ്പോട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് നല്ല സ്നാക്സ് ഒക്കെ കഴിക്കാൻ തോന്നുകയാണെങ്കിൽ നമ്മുടെ വീക്കെൻഡിന് തൊട്ട് ഓപ്പോസിറ്റ് ആണ് വരുന്നത്. ചായ് ബൈ ഓൺ. ഇവിടെ ആക്ച്വലി ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു, എന്തോ മെയിൻ്റെനൻസിൻ്റെ ആവശ്യമായിട്ട് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഇത് നമ്മുടെ ലൂർദ് പള്ളിയാണ് കേട്ടോ. എനിക്കിതുവരെ ലൂർദ് പള്ളിയിലെ കുർബാന കൂടാനായിട്ടൊരു ഭാഗ്യം കിട്ടിയിട്ടില്ല. അങ്ങനെ അടുത്ത ഡെസ്റ്റിനേഷൻ വെച്ചത് പെനി ഐസ് ആണ് കേട്ടോ. 5 രൂപ തൊട്ട് നമുക്ക് ഐസ്ക്രീം ഇവിടെ കിട്ടും. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിള്ളേരുമായിട്ട് വന്ന് ഐസ്ക്രീം കഴിക്കാൻ പറ്റിയ സ്പോട്ടാണ്. കാരണം 75 രൂപയ്ക്ക് മുകളിൽ ഐസ്ക്രീം ഇല്ല. നമ്മളൊരു നോർമൽ ഐസ്ക്രീം ഇപ്പോൾ കഴിക്കണമെങ്കിൽ 10-40 രൂപയൊക്കെ ആവും. അതിലും ബെറ്റർ പല ഫ്ലേവേഴ്സും നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റും. കുറേ നാളുകളായി ഞങ്ങൾ പിന്നെ ഐസ്ക്രീമിൽ പോയിട്ട്. സോ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് പിള്ളേർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതേ അവിടെ ഡിംപിൾ ആൻസിൻ്റെയും പാച്ചുവിൻ്റെയും ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളും നമ്മുടെ പെനി ഐസ്ക്രീം ഒട്ടുമിക്ക എനിക്കൊന്ന് കോട്ടയത്തുണ്ട്, എറണാകുളത്തുണ്ട്, ഇപ്പോൾ തൃശ്ശൂരുണ്ട്. വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. നമ്മുടെ ഇവിടെ 2-3 ബ്രാഞ്ചസ് ഉണ്ട് എൻ്റെ അറിവിൽ. അപ്പോൾ അവിടെ കുറച്ച് പിള്ളേർ സെറ്റ് ഗ്യാങ് ഉണ്ടായിരുന്നു. അങ്ങനെ അവരുടെ ഞാൻ ആക്ച്വലി ഗ്രേപ്സ് എടുത്തു. അതിന് എനിക്ക് ഫെപ്പാനിലിൻ്റെ ടേസ്റ്റാണ് തോന്നിയത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അവരുടെ വാട്ടർ ബേസ്ഡ് ഗ്രേപ്പ് ഐസ്, നമ്മുടെ സ്റ്റിക്ക്, പണ്ടത്തെ ഐസ് ഫ്രൂട്ട് അത് തന്നെ. പക്ഷേ ഇന്ന് കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഫെപ്പാനിൽ. ഇനി പിള്ളേരുടെ മരുന്ന് ടേസ്റ്റ് ചെയ്ത് എനിക്കങ്ങനെ തോന്നുന്നതാണോ എന്ന് എനിക്കറിയില്ല. എനിക്കങ്ങനെ തോന്നി. ഞാൻ പകുതി ആയപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, എനിക്ക് ഇഷ്ടമായില്ല എന്ന് പറഞ്ഞു കേട്ടോ. കാരണം എനിക്കെന്തോ ഫെപ്പാനിൽ കഷ്ടപ്പെട്ട് ഫ്രീസറിൽ വെച്ച് കുടിക്കണ ഒരു ഇതായിരുന്നു കേട്ടോ. പിന്നെ അവിടുന്ന് നേരെ നമ്മൾ ലുലുവിൽ പോകാമെന്ന് വെച്ചു. ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു ഷൂട്ട് വരുന്നുണ്ട്, അതിൻ്റെ പർച്ചേസ് ഉണ്ടായിരുന്നു. അപ്പോൾ ലുലുവിലാണെങ്കിൽ സാധനം കിട്ടും. വേറെ ഞാൻ 2 സ്ഥലത്ത് ചോദിച്ചപ്പോൾ എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഇവർ പറഞ്ഞു ഞങ്ങൾ ഫുഡ് കോർട്ട് ഇന്ന് ഡിന്നർ പുറത്തുനിന്ന് കഴിക്കാം, മീൻസ് ഞങ്ങൾ മാത്രം ഡിന്നർ പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഹൈപ്പർ മാർക്കറ്റിലും പോകാം, നിങ്ങൾ ഫുഡ് കോർട്ടിലും പൊക്കോന്ന് പറഞ്ഞു. പക്ഷെ അവിടെ ചെന്നപ്പോൾ പാർക്കിംഗ് ഇല്ല. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും ഇറങ്ങി സാധനം വാങ്ങിച്ചിട്ട് നിൽക്കാം, നിങ്ങൾക്ക് പാർക്കിംഗ് കിട്ടിയില്ലെങ്കിൽ ഞാൻ തിരിച്ച് വരാം, അല്ലെങ്കിൽ നമുക്ക് ഫുഡ് കോർട്ടിൽ വെച്ച് മീറ്റ് ചെയ്യാന്നുള്ള രീതിയിൽ നമ്മൾ അവിടെ നിന്ന് പിരിഞ്ഞു. നമ്മളവിടെ വെച്ച് ഉപ്പുമുളക് ലൈറ്റിലെ അമ്മേനെയും അച്ഛനെയും കുണുക്കിനെയൊക്കെ കുറേ നാളുകൾ ഞാൻ അച്ഛനും അമ്മേനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. മക്കളെ ഞാൻ പിന്നെയും കണ്ടിട്ടുണ്ട്. പൊന്നൂനെ ഞാൻ കണ്ടിട്ടുണ്ട്, 2-3 വട്ടം ഞാൻ കണ്ടിട്ടുണ്ട്. അമ്മേനെ അച്ഛനെ ആദ്യമായിട്ട് കണ്ട് കുറേ നേരം നിന്ന് സംസാരിച്ചു. ഒരുപാട് സന്തോഷം തോന്നി. പിന്നെ വീട്ടിൽ വന്നിട്ട് ഇവരെ ഒതുക്കിയിട്ട് ഞാൻ പാക്കിങ്ങിനിരുന്നു. കാരണം എനിക്ക് നാളെ രാവിലെ കുറച്ച് ഷെഡ്യൂൾഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. സോ ഞാൻ ബിസി ആയതുകൊണ്ട് തന്നെ രാത്രി തന്നെ പാക്കിംഗ് ഒക്കെ കഴിച്ചു വെക്കാം എന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി മമ്മിയുടെ ഡിപ്പാർട്ട്മെൻറ്റാണ്, മമ്മി ചെയ്തോളും. അങ്ങനെ നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് കേട്ടോ. അപ്പം നാളെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു സോ മച്ച്.